15 വയസ്സുകാരനായ ഒരു പയ്യൻ. അവൻ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അവന്റെ പ്രശ്നങ്ങളുടെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് തൊട്ടതിനും പിടിച്ചതിനും നിസ്സാര കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിന്റെ പേരിൽ. ഒരിക്കലേ അവന്റെ അച്ഛൻ അവനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് അവനോട് ഒരു കാര്യം പറഞ്ഞു. ഇന്നു മുതൽ നിനക്ക് ഞാൻ ഒരു ടാസ്ക് തരാം, നിനക്കൊരു ജോലി. ഇത്രയേ ഉള്ളൂ. നീ എപ്പോഴൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുവോ, എപ്പോഴൊക്കെ മറ്റുള്ളവരോട് വേദനിപ്പിക്കുന്ന രീതിയിൽ കയർത്ത് സംസാരിക്കുന്നുവോ, അപ്പോഴൊക്കെ നീ ഒരു കാര്യം ചെയ്യണം. അവന്റെ കയ്യില് ഒരു പാക്കറ്റ് നിറയെ ആണിയും ഒരു ചുറ്റികയും കൊടുത്തിട്ട് പറഞ്ഞു, ഓരോ തവണ നീ ദേഷ്യപ്പെടുമ്പോഴും ഓരോ തവണ നീ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴും ഒരു ആണിയെടുത്ത് പുറകിലെ ഒരു മതിലുണ്ടായിരുന്നു, ആ മതിലിൽ ഓരോ ആണി വീതം നീ അടിച്ചു കയറ്റണം. അവൻ അച്ഛൻ പറഞ്ഞത് മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഓക്കെ, ആദ്യ ദിനം തന്നെ അവൻ 37 തവണ 37 പേരോടായി അവൻ ദേഷ്യപ്പെട്ട് ബഹളമുണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഓരോ തവണ അവൻ ദേഷ്യപ്പെട്ടപ്പോഴും ഓരോ ആണി വീതം ആ പുറകിലെ മതിലിൽ അവൻ അടിച്ചിറക്കി. അങ്ങനെ രണ്ടാം ദിനമായപ്പോൾ ആ അടിച്ച ആണികളുടെ എണ്ണം കുറച്ച് കുറഞ്ഞു. കാരണം ഓരോ തവണ അവൻ ചെയ്യുമ്പോഴും ഓരോ തവണ ആണിയടിക്കാൻ പോവുകയാണെന്നുള്ള ധാരണ, അതിന്റെ ബുദ്ധിമുട്ടും അവൻ മനസ്സിലാക്കി. താൻ എത്ര തവണ ദേഷ്യപ്പെടുന്നു എന്നുള്ള ബോധ്യവും അവന് വന്നു. ആയതിനാൽ വരും ദിവസങ്ങളിൽ അതിന്റെ അടിക്കുന്ന ആണിയുടെ എണ്ണം കുറഞ്ഞു വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് 15ആയി, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് 7ആയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആണികളൊന്നും അടിക്കാനില്ലാത്ത അവസ്ഥയിലായി. എന്ന് പറഞ്ഞാൽ അവൻ ആരോടും ദേഷ്യപ്പെടാതെയായി. അവനുടൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 3 ദിവസമായി ഞാൻ ഒരു ആണി പോലും മതിലിൽ അടിച്ചു കയറ്റിയിട്ടില്ല, ഞാൻ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല. അച്ഛനുടനെ വീണ്ടും മറ്റൊരു ടാസ്ക് കൊടുത്തു. ഇനി നീ ഓരോ ദിവസവും ആരോടും ദേഷ്യപ്പെടാത്തൊരു ദിവസം വരികയാണെങ്കിൽ അതിൽ നിന്നും ഓരോ ആണിയായിട്ട് നിനക്ക് പിഴുതെടുക്കാം. അങ്ങനെ ഓരോ ദിവസവും അവൻ ഓരോ ആണിയായി പിഴുതെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വന്നെത്തി, ഒരു ആണി പോലും മതിലിൽ അവശേഷിക്കാത്തൊരു ദിനം. അവിടെ വീണ്ടും അച്ഛൻ്റെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്ത്, അച്ഛാ, ഇതാ മതിലിലെ എല്ലാ ആണിയും ഞാൻ പറിച്ചു കഴിഞ്ഞു, എനിക്ക് എന്റെ ദേഷ്യത്തെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ശാന്തമായി മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അച്ഛൻ അവന്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, കൊള്ളാം മിടുക്കൻ, നിനക്കിപ്പോൾ നിന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാനായി നീ പരിശീലിച്ചിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു. എന്നിട്ട് അവന്റെ കൈയും പിടിച്ച അച്ഛൻ വീടിന്റെ പുറകിലേക്ക് നടന്നു. അവിടെ മതിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, നീ ആണികൾ അടിച്ച മതിലാ കാണുന്നത്, പക്ഷെ അവിടെ ഇപ്പോൾ ഒരു ആണി പോലും അവശേഷിച്ചിട്ടില്ല. പക്ഷെ നീ അടിച്ച ആണിയുടെ സ്ഥലത്ത് ചില സുഷിരങ്ങൾ കാണുന്നുണ്ട്, ആണിപ്പാടുകൾ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ പറയത് കഴിയുമ്പോൾ ഐ ആം സോറി, നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കുന്ന വാക്കാണ്. പക്ഷെ സോറി പറഞ്ഞാലും അവിടെ ചില മുറിവുകൾ അവശേഷിക്കാറുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞാലും ആഴ്ചകൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും ചില മുറിവുകൾ അവശേഷിപ്പിച്ചിട്ടായിരിക്കും നമ്മുടെ വാക്കുകൾ കടന്നു പോകുന്നുണ്ടാവുക. ചിലപ്പോൾ പറയാറുണ്ട്, വാവിട്ട വാക്ക് കൈവിട്ട ആയുധം തിരിച്ചെടുക്കാനാവില്ലെന്ന്. ആയതിനാൽ നമ്മുടെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് പ്രയോഗിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. മറ്റുള്ളവർക്ക് അത് ഒരുപാട് മുറിവുകളാകാതെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിനർത്ഥം പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കേണ്ട എന്നല്ല, പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകൾ എത്രമാത്രം മറ്റുള്ളവർക്ക് വേദന നൽകുന്നു. വേദനിപ്പിക്കാതെ നമുക്ക് പല കാര്യങ്ങളും അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാനായിട്ട്, ആത്മനിയന്ത്രണമുള്ളവരായിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.